കൂടുതൽ വൈകിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട തിരുവങ്ങാടി മണ്ഡലം MLA PMA സമീർ അവർകൾ, ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രിയപ്പെട്ട മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗന്മാർ, PTA പ്രസിഡന്റ്, വേദിയിൽ കയറിയിട്ടില്ലെങ്കിൽ PTA പ്രസിഡന്റ് നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ബാക്കിലുണ്ട്. നമ്മളെ അവാർഡ് വാങ്ങാൻ വന്ന ജേതാക്കൾ, അവരുടെ ഫാമിലി, മറ്റു കൗൺസിലർമാർ, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച ഡിവിഷൻ കൗൺസിലർ കുഞ്ഞുട്ടി, നമ്മുടെ ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട MLA സമീർ സാഹിബ്, പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, പ്രിയപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇക്ബാൽ കല്ലിങ്ങൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV അബു സാഹിബ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിഫ ഫത്താർ, വേദിയിലിരിക്കുന്ന നമ്മുടെ സന്മനസ് റെസിഡൻഷ്യൽ പ്രസിഡന്റ് CH അയ്യൂബ് സാഹിബ്, റോഡ്സ് ഒത്തൊരുമ റെസിഡൻസ് പ്രസിഡന്റ് MN ബാബ സാഹിബ്, നമ്മുടെ ഇന്നത്തെ മുഖ്യ രക്ഷാധികാരി MN കുഞ്ഞു മുഹമ്മദ് ഹാജി സാഹിബ്, PTA പ്രസിഡന്റ് ഹക്ക്, പ്രിയപ്പെട്ട ജംഷീർ, മറ്റു വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ജേതാക്കളെ, അവരുടെ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 9ാം ഡിവിഷനിൽ കുറേ ദിവസമായി കുഞ്ഞുട്ടി അവാർഡ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറേ ദിവസമായി പറയുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ വേദിയിലേക്ക് ഇന്ന് അതിന് അവസരം ഒരുക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ കാരണവരിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ വിജയത്തിന് എൻ്റെ പ്രിയ പൊന്നു മക്കൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നു. അതുപോലെ ഉറക്കമൊഴിച്ച് ഇവർക്ക് വേണ്ടി രാവോളം കഷ്ടപ്പെട്ട രക്ഷിതാക്കൾക്കും, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കരുതലും നേടിത്തന്ന അധ്യാപകർക്കും ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഒരു ശക്തമായ ഒരു PTA-യും സമർത്ഥരായ ഒരു വിദ്യാർത്ഥികളും പ്രഗത്ഭരായ അധ്യാപകരുമുണ്ടെങ്കിൽ ആ സ്കൂൾ നല്ലൊരു ഉന്നതിയിലെത്തും. അതിന് തുണയായിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാനിവിടെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് എത്തിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൗൺസിലർമാർക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തുടക്കം കുറിക്കാൻ വേണ്ടി ഞാൻ പ്രിയപ്പെട്ട MLA സമീർ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് എത്തുന്നു. അസ്സലാമു അലൈക്കും. ഏറെ ആദരണീയരായ നമ്മുടെയൊക്കെ കാരണവർ കൂടിയായ MN കുഞ്ഞു മുഹമ്മദ് ഹാജി, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ഓണറബിൾ ചെയർപേഴ്സൺ തിരുരങ്ങാടി മുനിസിപ്പാലിറ്റി ശ്രീമതി CP ഹബീബ ബഷീർ, ഈ 9ാം ഡിവിഷൻ്റെ കൗൺസിലറും എനിക്ക് മുമ്പേ പരിചയവുമുള്ള പ്രിയ സുഹൃത്ത് കുഞ്ഞുട്ടി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ബഹുമാന്യരായ M അബ്ദുറഹ്മാൻ കുട്ടി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന, ബഹുമാന്യരായ ഇക്ബാൽ ക, സുഹറാബി, അബുക്ക, റിഫ ഫത്താഹ്, അയ്യൂബാജി, ഹെക്കാക്ക, ജംഷീർ അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ ഏകദേശം ഇത്രയും മാസങ്ങളായപ്പോൾ ആളുകളെ ഇങ്ങനെ ഔപചാരികമായി അഭിസംബോധന ചെയ്യുന്നതിലിങ്ങനെ ഒരു ചമ്മൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രം പരിചയമാണ് എനിക്കിങ്ങനെ ഏകദേശങ്ങളെ കണ്ടാലൊക്കെ ഇങ്ങനെ ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയുടെ മഹത്വമാണ് ഈ ഔപചാരികമായി ഞാനിവിടെ നിൽക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ കുട്ടിയാക്കനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളെ ഏകദേശം എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉണ്ട്, അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൾക്ക് 4 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അതായത് 4 തലമുറയാണ് ഏകദേശം നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവുക. ചിലത് 3 തലമുറയായിരിക്കും, അതിൽ കുറഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങളൊക്കെ 3 തലമുറയുള്ള കുടുംബങ്ങളാണ്. അപ്പം ഞാനിത് പറയാൻ ശ്രമിക്കുന്നത്,
തലമുറയും 3 തലമുറയും ഒക്കെയുള്ള ആളുകൾ, കുഞ്ഞമ്മദാജി 4 തലമുറയുള്ള ആളുകളാണ്, 4 5 തലമുറ ഉണ്ടാകും. ഈ തലമുറ ഒരേ സമയത്ത് ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വലിയ മുൻഗണന കൊടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ പരിസര പ്രദേശത്തൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ ആദരവ് പരിപാടികളാണ്. അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മക്കൾ അത്രമാത്രം വലിയ മെറിറ്റോറിയസ് ആയിട്ടുള്ള വിജയങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ തലമുറകൾ എന്ന് പറയുമ്പോൾ ഈ 1, 2, 3 അല്ലെങ്കിൽ 4 ചിലപ്പോൾ 5 വരെയുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇന്നത്തെ കാലത്തെ അവരുടെ ആകെയുള്ള ജീവിതകാലം എടുത്തു നോക്കിയാൽ അവർ പ്രതിനിധീകരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഒരു കാലത്ത് ഈ ഏതെങ്കിലും ഒരു ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന വികസനത്തിൻ്റെ ഒക്കെ എടുത്താൽ വലിയ മാറ്റങ്ങളാണ് ഞാനും എൻ്റെ മകളും തമ്മിലുള്ള കാലം. നിങ്ങളെക്കാളും ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങളെ പ്രായമുള്ള ആളുകളുടെ മക്കളും +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും അവരുടെ പാരൻസുമായിട്ടുള്ള ജീവിതകാലം ഭയങ്കര വ്യത്യാസം. നമ്മുടെ ഉമ്മാനെയും കൂടി കൂട്ടിയാൽ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ഉമ്മാക്ക് 4ാം ക്ലാസ്സാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഡിഗ്രിയാണ്, എൻ്റെ മകളിപ്പം പഠിച്ചുകൊണ്ട് പോവുകയാണ്, അവളുടെ പഠനകാലം കഴിഞ്ഞിട്ട് അവളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി എന്ന് ഇങ്ങോട്ട് നിർദ്ദേശം തരുന്ന ഒരു കാലമാണ്. ഈ പറഞ്ഞതിലൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ആ വിദ്യാഭ്യാസത്തിൻ്റെ സാന്നിധ്യമാണ്, ആ വിദ്യാഭ്യാസം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്ന നല്ല രീതിയിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മര്യാദയായി, നല്ല രീതിയിൽ സൗകര്യങ്ങളായി, നല്ല രീതിയിൽ കഴിവുകളും യോഗ്യതകളുമായി മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ പ്രവർത്തനം. നമ്മൾ തിരൂരങ്ങാടിയുടെ മണ്ണിൽ മുനിസിപ്പാലിറ്റിയുടെ ചാരത്ത് നിന്നിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വലിയ ആവേശത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഇവിടെയുണ്ടായ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റമാണ് കേരളത്തിലെ ഒരു പ്രത്യേകിച്ചും പിന്നോക്കമായി നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ കേന്ദ്ര തിരൂരങ്ങാടിയാണ് എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി കാര്യങ്ങൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന മക്കളൊക്കെ, ഈ മൊമെൻ്റ് വാങ്ങുന്ന മിടുക്കരൊക്കെ അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാവും ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ. ഞാനിപ്പം ഈ വർഷത്തെ അഡ്മിഷൻ സമയം കഴിയുമ്പോൾ ഈ അഡ്മിഷൻ നൽകിയ ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് തയ്യാറാക്കി വെച്ച ആളുകളെയൊക്കെ അങ്ങനെ ഒരു തയ്യാറാക്കി വെക്കാൻ കാരണം കൂടുതലും പെൺകുട്ടികളാണ്. ഇപ്പം കൂടുതലും ക്യാമ്പസുകളിലൊക്കെ പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ ആരൊക്കെയാണ് ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകുന്നത്, 4 വർഷത്തെ ഡിഗ്രിക്കിടയിൽ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ മാത്രം കാര്യമായിട്ട് വിദ്യാഭ്യാസം നിലച്ചു പോവില്ല. ഈ കോഴ്സ് നിന്ന് പോകുന്ന ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ പലപ്പോഴും സീറ്റുകളൊക്കെ നിർബന്ധിച്ച് വാങ്ങിയാലും ആ സീറ്റ് പിന്നെ കോഴ്സ് പൂർത്തീകരിക്കാതെ, മുമ്പൊക്കെ ഫറൂഖ് കോളേജിലും ഞങ്ങൾ കൊണ്ടോട്ടി കോളേജിലൊക്കെയുള്ള മാനേജ്മെൻറ്റ് പറയാറുണ്ട്, പെൺകുട്ടികൾക്കാണെങ്കിൽ കൊടുക്കണ്ട, കാരണം അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല, അതൊരു കല്യാണ കോഴ്സ് ആയിട്ടാണ് അത് കാണുന്നത്. അത് പറഞ്ഞിട്ട് ഏകദേശം 5 കൊല്ലത്തെ മാറ്റമുള്ളൂ. ഇന്ന് ചിത്രം മാറി. ഇന്ന് കുട്ടികളൊക്കെ ക്യാമ്പസുകളെ നയിക്കുന്ന, ക്യാമ്പസുകളിൽ ലീഡർഷിപ്പുള്ള പെൺകുട്ടികളെ നമുക്ക് ഇത്ര പെട്ടെന്നാണ് ഈ മാറ്റമൊക്കെ മാറിയത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ഒരു പ്രായത്തിലൊക്കെ ഉള്ള ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താ എന്ന് ചോദിച്ചാൽ മക്കളെ വിദ്യാഭ്യാസമാണ്. ഇന്ന് നീറ്റിൻ്റെ റിസൾട്ട് വന്ന് പത്രങ്ങളൊക്കെ ജാക്കറ്റ് പരസ്യങ്ങളൊക്കെ ആയിട്ടാണ്. ഞാനിന്ന് നീറ്റിലെ 600 ചില്ലാൻ റാങ്കുകാരിയെ ഇന്ന് MLA ഓഫീസിൽ ഇരുന്ന് വിളിച്ചു. എത്ര മിടുക്കരായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഇന്നലെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തിൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ഈ നമ്മുടെ മണ്ഡലത്തിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് മിടുക്കികളായ എത്ര മക്കളാണ് വളരെ നന്നായി പെർഫോം ചെയ്ത് മെറിറ്റോറിയസ് ആയിട്ട് ക്വിസ് കോമ്പറ്റീഷന്, ഈ സ്പീച്ച് അല്ലെങ്കിൽ സ്പീക്കിംഗ്, ഈ പറയുന്ന കോമ്പറ്റീഷൻ എല്ലാം ഈ പറയുന്ന ലെവലിലേക്ക് നമ്മളെ മക്കൾ വളർന്നു എന്നുള്ളതാണ്. ഈ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന മോട്ടിവേഷനായിട്ടാണ് ഈ പറയുന്ന ചടങ്ങുകളൊക്കെ മാറുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻ നൽകുമ്പോൾ നാളെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന, നാളെ വ്യക്തി എന്നുള്ള നിലക്ക്
വലിയ മെറിറ്റോറിയസ് ആയിട്ട് നമ്മൾ നേടിക്കഴിയുമ്പം അതൊരു കുടുംബമായി, അതൊരു സമൂഹമായി, അതൊരു സ്റ്റേറ്റായി, രാജ്യമായി ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള വലിയ പ്രാധാന്യം ഒരിക്കലും മറന്നു പോകരുത് എന്ന്, ഒരിക്കലും മറക്കാത്ത കൗൺസിലർമാരാണ് നമുക്കുള്ളത്. ഞാൻ ഈ പ്രത്യേകിച്ച് കുഞ്ഞുട്ടിയാക്കൻ്റെ അദ്ദേഹത്തിനെ ഞാൻ ഈ ചെമ്മാട് ടൗണിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തത് അദ്ദേഹത്തിൻ്റെ ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആ ബിസിനസ് രംഗത്ത് വലിയ ഒരു ബ്രാൻഡായി ഈ നാടിൻ്റെ മുഖമായി മാറിയ ഈ ബ്രാൻഡുകളാണ്. അത്തരത്തിലുള്ള ബ്രാൻഡുകളെ പ്രതിനിധീകരിച്ചുള്ള ആളുകൾ ഈ പൊതുപ്രവർത്തന രംഗത്തും ഇങ്ങനെ. കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് ഞാൻ ഇവിടുത്തെ കുറേ എൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പേ ഞാൻ നന്നായിട്ട് കേട്ടറിഞ്ഞ ആളാണ്. പിന്നീട് പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ആ ആളുകൾ നടത്തുന്ന വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻ ഈ വ്യാപാര വ്യവസായ പ്രമുഖർ അവർ അത്തരത്തിലുള്ള നന്നായി വർക്ക് ചെയ്യുമ്പോഴും നന്നായി നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും സമൂഹത്തെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്നും കിട്ടിയ റിസൾട്ട് കേരളത്തിൻ്റെ മൊത്തം ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ സാമുദായികമായ വളർച്ചയിലൊക്കെ വർത്തക പ്രമാണിമാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അത് തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചു. പണ്ട് മലബാർ എന്ന് പറയുന്ന മദിരാശിയുടെ ഭാഗമായിരുന്ന നിന്ന് ഐക്യ കേരളം വരുമ്പോഴും പിന്നീട് ആ ഐക്യ കേരളത്തിലേക്ക് ഈ മലബാർ ലയിക്കുമ്പോഴും ഈ സാമുദായിക മുന്നേറ്റത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു ഈ ഒരു സാന്നിധ്യത്തിൽ മറ്റൊരു കാര്യം ഓർത്തു പോവാണ്. ഈ തിരുരങ്ങാടി മണ്ഡലത്തിലെ എഡ്രിക്കോഡ് സ്പിന്നിംഗ് മില്ലുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഫിനാൻസിലും ഇൻഡസ്ട്രീസിലുമാണ് എനിക്ക് കമ്മിറ്റി പ്രാതിനിധ്യം തന്നത്. നിയമസഭയിൽ അംഗങ്ങളിൽ നിന്നുള്ള ഓരോ കമ്മിറ്റികൾക്കും പ്രാതിനിധ്യം കൊടുക്കും. ഇന്ന് നമ്മൾ ഈ ടെക്സ്റ്റൈൽസും അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായത്. എല്ലാം മാറുന്നത് പോലെ തന്നെ ടെക്സ്റ്റൈൽ മേഖലയും മാറ്റത്തിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന രണ്ടാമത്തെ മേഖലയെ ടെക്സ്റ്റൈൽ മേഖലയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ മേഖല ടെക്സ്റ്റൈൽ മേഖലയാണ്. ആ മേഖലക്കുള്ള മാറ്റങ്ങൾ എത്രയാണ്? ഈ ഇരിക്കുന്ന മക്കൾ അടുത്ത കാലത്തെങ്ങാനും ഈ പറയുന്ന മുൻകാലങ്ങളിലെ ടെക്സ്റ്റൈൽസോ ഈ പറയുന്നതിനും പകരമായിട്ട് നിങ്ങൾ എത്രയാ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്? നിങ്ങൾ ഓൺലൈനിലേക്ക് മാറിയ ഒരു കാലമാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ അതിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. 4 തലമുറ ഒരുമിച്ച് കാണുമ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ആഘോഷമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഷോപ്പിങ്ങിൽ നിന്നും ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിങ്ങിൻ്റെ ഒരു മാറ്റം എത്ര വലുതാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല യോഗ്യരായ, നല്ല ടെക്നോളജി അറിയുന്ന ആളുകൾ ഇതിൽ സ്പീഡിൽ മുന്നോട്ട് പോകും. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓൺലൈൻ ആപ്പാണെങ്കിലും അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ നിങ്ങളൊരു യാത്ര പോകണമെങ്കിൽ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഷോപ്പിങ്ങിന് വേണ്ടി ഓൺലൈനിലാണ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ടാണെങ്കിൽ ഈ ഓൺലൈനിലാണ് ചെയ്യുക. അതിന് പ്രാപ്യമായ ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയുമ്പോൾ അവിടെയൊക്കെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ നിത്യജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന കാലത്ത് ഇന്ന് കേരളത്തിൽ ഒരു മിനിസ്ട്രി തന്നെയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്. ഇൻ്റലിജൻസ് ആണ് നമ്മുടെ മനുഷ്യർ എന്നുള്ളത് മറ്റു ജന്തു വിഭാഗങ്ങളുമായിട്ട് ഉള്ള മാറ്റം നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇൻ്റലിജൻസിനെയാണ് ഇന്ന് ലോകം പറയുന്നത്. ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളെയും ഈ പറയുന്ന അറിവുകളെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ പറയുന്ന മെഷീനിന്, ഈ പറയുന്ന AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യക്ക് ആലോചിച്ച് തീരുമാനമെടുത്ത് എനിക്ക് ഈ പറഞ്ഞു തരാൻ പറ്റും. ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു തരാൻ പറ്റും. പണ്ട് നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നു, പാരൻസ് പറഞ്ഞു തന്നു. ഇപ്പം പറയാണ് ഈ കമ്പ്യൂട്ടർ പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കമ്പ്യൂട്ടർ ഈ പറയുന്ന AI എന്ന് പറയുന്ന ഒരു മീഡിയം, ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരാൻ പറ്റും എന്ന് പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ച് ശാസ്ത്രലോകം വാൺ ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു സംവിധാനം ഇവിടെ എങ്ങനെ ഉണ്ടാകുമ്പോൾ, അതിന് ഉമ്മ പണ്ട് നിസ്കരിക്കാൻ ഞാൻ അടിയിട്ടും അന്നിങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ നിസ്കാരമൊക്കെ തുടങ്ങിയത്. അതിങ്ങനെ അടി ഇങ്ങനെ നല്ലോണം കിട്ടും, നല്ലോണം ചീത്തയേക്കും, രാവിലെ അങ്ങനെ ഒച്ചയും വിളിയാണ്. അങ്ങനെ തുടങ്ങിയാണ് നമ്മൾ നിസ്കാരം ഇങ്ങനെ പഠിച്ചത്. അങ്ങനെ നിസ്കാരം ഇങ്ങനെ ശീലമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിസ്കാരം നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസായി. ഞാൻ ആചാര്യോട് ചോദിക്കുക, ഈ സമയത്തും രാവിലെയും എല്ലാ നേരത്തും പള്ളിയിൽ വരുന്നേ ആചാര്യ സാക്ഷി നിർത്തിയിട്ട് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയാലോ. അങ്ങനെ ഈ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ആചാര്യ പോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് വന്ന ഒരാൾ
മറ്റൊരു ഭാഗത്ത് ഈ ഇൻ്റലിജൻസ് കൊണ്ട് എല്ലാം നേടുമെന്ന് പറയുന്ന, എല്ലാം നേടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു ജനത, ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നമ്മുടെ സമൂഹം നല്ലതുപോലെ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമാകാൻ പോകുന്നത് ഇത് സ്വയം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ എന്താണ്. ഇപ്പം നമ്മൾ ചോദിച്ചതിനാണ് ഉത്തരം പറയുന്നത്. ഇത് നമ്മൾ ചോദിക്കാതെ ഉത്തരം തരൽ തുടങ്ങിയാലോ, പണിയെടുക്കൽ തുടങ്ങിയാലോ ഇതുകൊണ്ട് എന്തെങ്കിലും നാശം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളിങ്ങനെ വിശ്വാസത്തിലേക്കൊന്ന് നിങ്ങൾ തിരിച്ചു പോയി നോക്കി. എൻ്റെ ഉപ്പ 9 കൊല്ലമായി മരിച്ചിട്ട്. എൻ്റെ ഉപ്പ 9 കൊല്ലമായി മരിച്ച എൻ്റെ ഉപ്പാൻ്റെ ഇപ്പം ബാക്കിയുള്ള ഫോട്ടോസും മറ്റും ഉണ്ടെങ്കിൽ എൻ്റെ ഉപ്പായെ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുന്നതും ഞങ്ങളോട് വർത്തമാനം പറയുന്നതുമായ വീഡിയോ ഉണ്ടാക്കാൻ 20 മിനിറ്റ് സമയം മതി. ബർസഖിയായ ലോകത്ത് വിശ്വാസപരമായി നിൽക്കുന്ന ഒന്നാണ്. അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ തേടി ഇങ്ങനെ എത്തിയാൽ നമുക്കൊരു ധാർമ്മികത നമ്മളെ ആഗ്രഹിച്ചു പോകും നമ്മൾക്ക്. അതുകൊണ്ട് ആ ധാർമ്മികതയും ഇപ്പുറത്തുള്ള ഈ വലിയ വിദ്യാഭ്യാസവും ഒരുമിച്ച് ഇങ്ങനെ പോണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്കൂളിൽ നിന്ന് വരുമ്പോൾ, കോളേജിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഈ പാരമ്പര്യത്തിലേക്കൊന്ന് കണക്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പാരമ്പര്യത്തിൻ്റെ കരുത്തും ടെക്നോളജിയുടെ പുതിയ സാധ്യതകളും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുക. ആ തലമുറകളിൽ നിന്നാണ് ഈ വ്യാപാര സമൂഹം ഉണ്ടാകുന്നതും ഈ വ്യാപാര സമൂഹം ഇങ്ങനെ അടുത്തടുത്ത തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോഴും ഈ നാടിൻ്റെ പൊതുപ്രവർത്തകരായും ഒക്കെ നേതൃത്വം നൽകുന്ന കുഞ്ഞുട്ടിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രയോറിറ്റിയായി കാണുന്നത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ചേർന്ന് നിൽക്കാനാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ മണ്ഡലത്തിൻ്റെ മണ്ണും ഈ മണ്ഡലത്തിലെ കാറ്റും ഈ മണ്ഡലത്തിലെ വെളിച്ചവും ഈ മണ്ഡലത്തിലെ വെള്ളവും ഒക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ട്. ഈ മണ്ഡലത്തിലെ ഭൂമിയുടെ മുകളിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഈ പരിവർത്തനമൊക്കെ ഉണ്ടാക്കിയത്. ഈ പരിവർത്തനമുണ്ടാക്കിയ ഇന്നത്തെ കാലത്തെ പ്രതിനിധികളാണ് നമ്മൾ. നാളെ നമ്മളൊക്കെ കാലം കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഉപ്പാനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മളെ മക്കൾക്ക് കാണാൻ അവരെ കയ്യിൽ സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടാകും. അപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും സമീർ എന്ന് പറയുന്ന ഒരു MLA ഉണ്ട്, ഇനി എന്ത് കാര്യമാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത്. ഇപ്പം നമ്മളെ മക്കൾ ചോദിക്കല്ലോ, നിങ്ങൾ ഈ പറയുന്ന ലെഗസിയൊക്കെ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഏറ്റവും വലിയ അറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ കാലത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ കാലത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ അറിവ് എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ മക്കൾക്ക്, ഇന്നത്തെ തലമുറക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ വിജ്ഞാനം കൊടുക്കണം, വിവേകം കൊടുക്കണം. ഇത് രണ്ടും കൊടുക്കുമ്പോൾ അവരിലുണ്ടാവുന്ന തിരിച്ചറിവ് കൂടി പര്യാപ്തമാവുന്ന വിധത്തിൽ നമ്മുടെ മക്കളെ അങ്ങനെ പാകപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കുഞ്ഞുട്ടിയുടെ ഈ എല്ലാവിധ ഇനീഷ്യേറ്റീവിനും മുഴുവൻ പിന്തുണയും അറിയിച്ചുകൊണ്ട് നാളെ ഈ മണ്ണിനെയും ഈ നാടിനെയും പ്രതിനിധീകരിക്കുന്ന ഏറ്റവും റിസോഴ്സ്ഫുള്ളായ ആളുകൾ ഉണ്ടാക്കി തീർക്കാനുള്ള ഈ പരിശ്രമത്തിന് എല്ലാ പ്രാർത്ഥനയോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈ തിരൂരങ്ങാടി നഗരസഭാ ഡിവിഷൻ 9 പരീക്ഷാ വിജയിക്കുള്ള അവാർഡ് വിതരണവും ലോഗോ പ്രകാശനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാ സവിശേഷതകളും വിളിച്ചോതുന്ന ലോഗോയാണ് ഇവിടെ അനാച്ഛാദനം ചെയ്യാൻ പോകുന്നത്. ആ ലോഗോ അനാച്ഛാദനത്തിനും അത് നൽകുന്നതിനും വേണ്ടി ബഹുമാനായ MLA ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് ഞങ്ങളുടെയൊക്കെ കാരണവരായ M. കുഞ്ഞു മുഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ നഗരസഭാ ചെയർമാനും ഉപാധ്യക്ഷനും കൗൺസിലേഴ്സൊക്കെ ചേർന്നാണ്. അതിനെ അവരെയും ക്ഷണിക്കാം. അടുത്തത് ജസ ഫാത്തിമ M. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജസ ഫാത്തിമ AV. അടുത്തത് മുഹമ്മദ് ഹാദി K. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് ഹാദി.
മുഹമ്മദ് റബീഹ് KP. നിഹാൽ സലീം ET. ആർക്കെങ്കിലും വാർത്ത സൂക്ഷിച്ച് നിർത്തിയിട്ടുള്ള വേദിയിൽ ഉപരിഷ്ടരായ എൻ്റെ സഹോദരനും കാരണവരുമായ MN കുഞ്ഞു മുഹമ്മദ് ഹാജി, നമ്മുടെ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി നിയോജകമണ്ഡലം MLA ഷമീർ സാഹിബ്, വാർഡ് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഹബീബ, വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ കുട്ടി, മറ്റു വാർഡ് മെമ്പർമാർ, പ്രസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് KC അയ്യൂബ് സാഹിബ്, മറ്റു വേദിയിൽ ഉപരിഷ്ടരായ മാന്യ വ്യക്തികളെ, ഈ ചടങ്ങിന് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ജേതാക്കളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷകരമായി തോന്നുന്നു. 9ാം ഡിവിഷൻ്റെ മെമ്പറായ കുഞ്ഞുട്ടിക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇത് ഇനിയും തുടരേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ വാർഡുകളിലും എല്ലാ അസോസിയേഷനുകളും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ MLA പറഞ്ഞ പോലെ പ്രഥമ പ്രോത്സാഹനം നൽകേണ്ട വിദ്യാഭ്യാസത്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പരിപാടികൾ കൂടുതൽ നടത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് സർവസ്തുതിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ വന്നു ചേർന്ന എല്ലാവർക്കും അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലക്കും അതുപോലെ തന്നെ ആ വാർഡിലെ ഒരു മെമ്പർ എന്ന നിലക്കും ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായിട്ട് അധ്യക്ഷൻ്റെ സമ്മതത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.